ഗുണകാംക്ഷ വേണ്ടത്? ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. നിങ്ങൾ ഗുണം കാക്ഷിക്കണം അല്ലാഹുവിനെ, അവന്റെ റസൂലിനെ. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അപമാനകരമായ വിഷയങ്ങളിൽ ഇടപെടുത്തുമ്പോൾ നിങ്ങൾ സംരക്ഷണം നൽകണം. അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഇസ്സത്ത് കാത്തുകൊടുക്കണം. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, മുസ്ലിമീങ്ങളുടെ അധികാരം നൽകപ്പെട്ടവരെ, അത് വെറും ഖലീഫമാരെന്ന് മാത്രമല്ല, ഈ ഉമ്മത്തിന് ആത്മീയ നേതൃത്വം നൽകുന്നവരടക്കം, ഈ ഉമ്മത്തിന് രാഷ്ട്രീയമായ പൊതുബോധം നൽകുന്നവരടക്കമുള്ള ആളുകളിൽ ഗുണകാംക്ഷ വേണം എന്നാണ് ഉമ്മത്തിന് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനൊന്നും കേരളത്തിൽ മാനല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എത്ര ഗുരുതരമാണ് ആ ചിന്ത പോലും നിങ്ങൾ ആലോചിച്ച് നോക്കി. മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട് ഗുണകാംക്ഷ വേണം. വആമ്മതിഹിം, മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട സാധാരണക്കാർക്ക് പോലും നന്മ വരണം എന്ന് നിങ്ങൾ വിചാരിക്കണം. ഇസ്ലാം നന്മ വിചാരിക്കലാണ്, ഇസ്ലാം ഗുണകാംക്ഷയാണ്. ഏതൊരു മതത്തിനും അതിൻ്റെതായ മുഖ്യമായ സ്വഭാവമുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ തനതായ സ്വഭാവം അന്നസ്വീഹ, ഗുണകാംക്ഷയാണ്. ഗുണം വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാവണം. ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മഹാനായ ശരീഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തതും ഇത് തന്നെയാണ്. ഖലീഫ പറഞ്ഞു, അഖ്രിജൂ, ആ മനുഷ്യനെ എൻ്റെ മുമ്പിന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് മഹാനായ ശരീഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ ആ മഹാന്റെ തൊപ്പിയിലും കുപ്പായത്തിലും കുന്തമുനകളെ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് കടത്തിവിടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിലൂടെ, താബിഈങ്ങളിലൂടെ ഇൽമ പഠിച്ച മഹാന്മാരായ ആളുകൾ ഒരു തിന്മയുടെ മുമ്പിലും, ഒരു രാജാവിൻ്റെ മുമ്പിലും, ഒരു ഭരണാധികാരിയുടെ മുമ്പിലും നന്മയെ, ധർമ്മത്തെ അടിയറവ് വെച്ചുകൂടാ എന്ന് ഉറക്കെ പഠിപ്പിച്ചവര്. ഈ നന്മ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതുമല്ല. ഗുണകാംക്ഷയോടുകൂടെ തെറ്റുകളെ തിരുത്തി കൊടുക്കുക, ആക്ഷേപിച്ചുകൊണ്ടല്ല. ആരും അത് ഇഷ്ടപ്പെടുകയുമില്ല. ഒരു മഹാന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, ഒരു വലിയ ആലിം ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖലീഫ മൻസൂർ, അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടാ പറയുന്നത്, ഞാൻ ഉപദേശിക്കാൻ പോവാണ് നിങ്ങളെ, ഞാൻ ചിലപ്പോൾ ഇച്ചിരി കടുപ്പത്തിൽ പറയും, അതിലെന്നോടൊന്നും വിഷമം വിചാരിക്കരുത്. അപ്പൊ മഹാനായ ആ ഭരണാധികാരി ചോദിച്ചു ആലിമിനോട്, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫിർഔനെക്കാളും മോശപ്പെട്ട ആളാണോ ഞാൻ? അല്ല, അത്രക്കൊന്നുമില്ല. പിന്നെ മൂസ നബിയെക്കാളും ഹാറൂൻ നബിയെക്കാളും മുന്തിയ ആളാണോ നിങ്ങള്? അതുമല്ല. എന്നാൽ ഫിർഔനിന്റെ മുമ്പിലേക്ക് മൂസ നബിയെയും ഹാറൂൻ നബിയെയും അള്ളാഹു പറഞ്ഞയച്ചപ്പോഴേ എന്താ പറഞ്ഞത്? ഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, ഫിർഔനിനോട് സൗമ്യമായി നല്ല സ്വരത്തിൽ വളരെ വിനയത്തോടെ സംസാരിക്കണേ എന്നല്ലേ പറഞ്ഞത്? അവിടെ പോയി ഒച്ചപ്പാടുണ്ടാക്കണം എന്നാണോ പറഞ്ഞത്? അവരെ പോയി ആക്രോശിക്കണം എന്നാണോ പറഞ്ഞത്? ഫിർഔനോട് പോയി പറഞ്ഞപ്പോൾ പോലും മൂസ നബിയോടും ഹാറൂൻ നബിയോടും നിങ്ങൾ ഒച്ച വെച്ച് ബഹളുണ്ടാക്കരുത്, കാര്യം സൗമ്യമായി ധരിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫിർഔനെക്കാളും മോശം നല്ലല്ലോ ഞാൻ, അതുകൊണ്ട് എന്നോട് ഈ കടുപ്പത്തിൽ എന്തിനാ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്? നിങ്ങൾ മൂസ നബിയും ഹാറൂൻ നബിയും ചെയ്ത പണിയെടുത്താൽ പോരെ എന്ന് ചോദിച്ചു നാം മറുപടിയായിട്ട്. ഇത് പള്ളിയിലെ ഖത്തീബുമാർ മനസ്സിലാക്കണം. ജുമുഅക്ക് ശേഷമോ മറ്റോ അല്ലെങ്കിൽ നാട്ടിലെപ്പോഴെങ്കിലും വഅദും പ്രസംഗമൊക്കെ ഉണ്ടാകുമ്പോഴോ കാര്യങ്ങൾ പൊതുജനങ്ങളെ ധരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു തെറ്റിദ്ധാരണയോ വിദ്വേഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പലപ്പോഴും കാരണമാകുന്നത് തെറ്റുകൾ ചെയ്തവരുടെ നാടും തറവാടും പേരെടുത്ത് വിളിച്ചു പറയുക, അവർ ചെയ്ത തിന്മകളെ പരസ്യമായി അങ്ങനെ തന്നെ തുറന്നു കാണിക്കുക. അങ്ങനെയൊന്നും ചെയ്യേണ്ട. തെറ്റുകളെ തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ആളുകളുടെ പേരുകൾ പറയാതെ, വ്യക്തി ആക്ഷേപങ്ങൾ ചെയ്യാതെ, അടിച്ചാക്ഷേപിക്കാതെ, അപമാനിക്കാതെ അങ്ങനെ ചെയ്യുന്നിടത്താണ് നസ്വീഹത്തായി മാറുന്നത്. ഇന്ന് ആവശ്യം അതാണ്. ഇന്നൊക്കെ പേരെടുത്ത് ആളുടെ പേരും അഡ്രസ്സും നാമവും ഒപ്പം ഫോട്ടോവും, ചിലതൊക്കെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തതായിരിക്കും, എന്നിട്ടാ ഇന്ന് വിടുന്നത് പോസ്റ്ററുകളൊക്കെ. ഇതെന്ത് ഗുണകാംക്ഷയാണ്? ഇതെന്ത് നസ്വീഹത്താണ്? ഇതിനൊക്കെ നമുക്ക് ദീനീ പ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, അള്ളാഹുവിനെ നിങ്ങൾ അർഹിക്കുന്ന വിധം പടച്ചവനെ ഭയപ്പെടണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നമ്മളിവിടെ ഓർക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുമ്പോൾ അമവി ഭരണാധികാരികളുടെ കാലഘട്ടത്തിലെ ഇറാഖിന്റെ ഗവർണറായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. കഫാ ബിഹി ളാലിമ. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്,
ഹജ്ജാജ് ഇബ്നു യൂസുഫ് അക്രമിയാണ് എന്നതിൽ ഒരു സംശയമില്ല. അങ്ങനെയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഭരണാധികാരി ഭയങ്കര അക്രമിയ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന സാത്വികനായ മഹാപണ്ഡിതനെ ദാരുണമായി കൊല ചെയ്ത ഭരണാധികാരിയാണ് ഇയാൾ. ഒരുപാട് ആളുകളെ ദാരുണമായി കൊന്നുകളഞ്ഞിട്ടുണ്ട്, നിഷ്കരുണം. മാഹാൻ എന്ന് പറയുന്ന അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ ജീവിച്ചിരിക്കുന്ന കാലം, ആ പണ്ഡിതനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിച്ചു വരുത്തി, തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഹാനായ അല്ലാമ മാഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതൊരു മഹാനായിരുന്നു, പേര് മാഹാൻ എന്നാണ് കേട്ടോ. മാഹാൻ മഹാനായ ഒരു ആളായിരുന്നു മാഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. മാഹാൻ എന്ന് പറയുന്ന ഈ പണ്ഡിതനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിച്ചു വരുത്തുന്നു കൊട്ടാരത്തിലേക്ക്. എന്തിനാ വിളിച്ചെന്നറിയോ? നിങ്ങൾ ഇറാഖിന്റെ ചീഫ് ജഡ്ജായിട്ട് അധികാരമേൽക്കണം. ഇറാഖിന്റെ ചീഫ് ജഡ്ജ്, ആ പോസ്റ്റിലേക്ക് നിങ്ങളെ ഞാൻ നിയമിക്കുന്നു എന്ന ഓഫർ ലെറ്ററായി കൊടുക്കുന്നത്. ആരും സ്വീകരിക്കൂലേ? വേണ്ടെന്ന് ആരാ പറയാ? ഒരു വക്കീൽ പണി കിട്ടാൻ തന്നെ എത്രയാ നമ്മൾ അധ്വാനിക്കുന്നത്, എത്രയാ റെക്കമെൻഡേഷന് പോകുന്നത് ഒരു കോർട്ടിൽ ജോലി കിട്ടാൻ വേണ്ടി. സുപ്രീം കോർട്ടിന്റെ സുപ്രീം ജഡ്ജിയായിട്ട് മഹാനായ മാഹാൻ എന്നിവരെ നിയമിക്കാൻ വേണ്ടി ഹജ്ജാജ് ഇബ്നു യൂസുഫ് തീരുമാനിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലിയ ആലിമാൻ, നിങ്ങൾ പണ്ഡിതനാണ്, സൂക്ഷ്മതയുള്ള ആളാണെന്ന് എനിക്കറിയാം. മഹാനവരുടെ മറുപടി എന്താണെന്നറിയോ? ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ ഈ അധികാരം ഏൽപ്പിക്കുന്നത്, ചീഫ് ജഡ്ജാക്കുന്നത്? 1 മുതൽ 10 വരെ എണ്ണാൻ പോലും എന്നെ കൊണ്ട് അറിയില്ലല്ലോ, എനിക്കത് വേണ്ട. നോക്കണേ, 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ 2 മഹാന്മാർ, ഇമാമുന ശാഫിഈ, ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഹനഫി മദ്ഹബിന്റെ ഇമാമും ശാഫിഈ മദ്ഹബിന്റെ ഇമാം, ഈ 2 മഹാന്മാരും അധികാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ചീഫ് ജഡ്ജാവണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ, ഒരു ജോബ് ഓഫർ കിട്ടുമ്പോൾ ആരാ വേണ്ട എന്ന് പറയാറുള്ളത്? ഇമാം ഷാഫി ഞങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട, അബൂ ഹനീഫ ഞങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട. ഇതിന്റെ പേരിൽ 2 ആളെയും ജയിലിൽ അടക്കപ്പെടുകയുണ്ടായി, ഒരു ഓഫർ നിരസിച്ചതിന്റെ പേരിൽ. അതുതന്നെയാണ് അല്ലാമ മാഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യുന്നത്. കാരണം അന്നത്തെ ഭരണാധികാരികൾ എന്താണോ തീരുമാനിക്കുന്നത് അതിലെ നേരും നെറിയും നോക്കാതെ, സത്യവും അസത്യവും നോക്കാതെ, ധർമ്മവും അധർമ്മവും നോക്കാതെ നിരപരാധികളായ ആളുകളെപ്പോലും ശിക്ഷിക്കാൻ വിധി പറയേണ്ടി വരും. അധികാരികൾക്ക് വേണ്ടി തങ്ങളുടെ കസേരകൾ ഉപയോഗിക്കേണ്ടി വരും, തങ്ങളുടെ നിയമങ്ങളെ മാറ്റിമറിക്കേണ്ടി വരും. അത് ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇമാമുൻ അദ്ലുൻ, നീതിമാനായ ഭരണാധികാരികൾക്കേ നാളെ രക്ഷപ്പെടാൻ കഴിയൂ, അല്ലാത്തവർ നാളെ കഷ്ടപ്പെടും എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ ആ ഹദീസുകൾ ഇവർക്ക് ഓർമ്മയുണ്ട്. മഹാൻ തങ്ങൾ പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫേ, 1 മുതൽ 10